പൃഥ്വിരാജിനെതിരെ മലയാള സിനിമാ ലോകത്തെ പ്രബലർ തിരിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നടൻ അഹങ്കാരിയാണെന്ന് അന്ന് പരക്കെ സംസാരം വന്നു. പിതാവ് സുകുമാരനെ കരിയറിൽ ഒതുക്കാൻ ശ്രമിച്ചതുപോലെ പൃഥ്വിരാജിനെതിരെയും നീക്കം നടന്നു. സംഘടനകൾ പൃഥ്വിയെ വിലക്കുക പോലുമുണ്ടായി. ഇന്നും ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ പഴി കേൾക്കുന്നത് നടൻ ദിലീപിനാണ്. പൃഥ്വിരാജ് കരിയറിൽ ഉയർന്നു വരുന്ന സമയത്ത് മലയാള സിനിമയിലെ പ്രബലനാണ് ദിലീപ്. വലിയ സ്വാധീനശക്തിയുള്ള ദിലീപ് പൃഥ്വിക്കെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന് സംസാരം വന്നു. എന്നാൽ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തന്നെ ഒരിക്കൽ ഈ വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ ദിലീപിൻ്റെ പേര് ഈ അടുത്ത കാലത്തും മുമ്പുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ദിലീപ് അവന് നേരെ എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പരസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നാണ് മല്ലിക സുകുമാരൻ അന്ന് വ്യക്തമാക്കിയത്. ദിലീപോ പൃഥ്വിരാജോ ഒരിക്കൽ പോലും പരസ്പര പരസ്യ വിമർശനം നടത്തിയിട്ടില്ല. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്തത് പൃഥ്വിരാജാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ന് പൃഥ്വിരാജിന് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾ കൊടുക്കുന്ന സ്ഥാനം ഒരു കാലത്ത് ദിലീപിന് മാത്രമുള്ളതായിരുന്നു. 2020 എന്ന സിനിമയിലെ പ്രമുഖ താരങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ദിലീപിന് കഴിഞ്ഞു. അന്ന് മലയാള സിനിമയുടെ അവസാന വാക്കായി ദിലീപ് അറിയപ്പെട്ടു. 2020 ഒരു ഗാനരംഗത്തിൽ മാത്രമാണ് പൃഥ്വിരാജിനെ കാണുന്നത്. മലയാളത്തിൽ തനിക്ക് അവസരം കുറഞ്ഞ ഘട്ടത്തിൽ പൃഥ്വിരാജ് അക്കാലത്ത് തമിഴ് സിനിമകൾ ചെയ്തിരുന്നു. പിൻകാലത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ദിലീപിൻ്റെ താരപ്രഭ മങ്ങി. അപ്പോഴേക്കും പൃഥ്വിരാജിൻ്റെ താരമൂല്യം കുതിച്ചുയർന്നു. ദിലീപിൻ്റെ ഗ്രാഫിൽ വന്ന ഇടിവും നടൻ സിനിമാ ലോകത്തു നിന്നും ഒരു ഘട്ടത്തിൽ അകന്നതും ഏറ്റവും ഗുണം ചെയ്തത് പൃഥ്വിരാജിനാണെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഇന്ന് 2020 പോലൊരു സിനിമയെടുക്കാൻ മലയാള സിനിമയിൽ കെൽപ്പുള്ളത് ദിലീപിനല്ല, മറിച്ച് പൃഥ്വിരാജിനാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കരിയറിൽ വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ്. പൃഥ്വിരാജിനെതിരെ താൻ നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞത്. പൃഥ്വിരാജ് ഞാനും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ്. ഏതെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ ഇങ്ങേർക്ക് വന്നതാണ്, അതിങ്ങ് തന്നേക്ക് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂവെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മലയാള സിനിമയുടെ മുഖമായി മാറുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത പൃഥ്വിരാജ് ഇന്ന് തൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. താരം സംവിധാനം ചെയ്ത എമ്പുരാന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. റിലീസിന് മുമ്പുണ്ടായ ഹൈപ്പിനോട് ഒരു പരിധിവരെ നീതി പുലർത്താൻ എമ്പുരാന് സാധിച്ചു എന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. പൃഥ്വി എന്ന ഫിലിം മേക്കറിന് എങ്ങു നിന്നും പ്രശംസ വരുന്നുണ്ട്. ഇന്നത്തെ ഉയരത്തിലേക്ക് എത്താൻ പൃഥ്വി ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട്.